കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരുന്ന ഗാന്ധി പ്രതിമ വിവാദത്തിലേക്ക്. പ്രതിമയോടൊപ്പമുള്ള ഫലകത്തിൽ പഞ്ചായത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ഉൾപ്പെടുത്തിയതിലെ വേർതിരിവാണ് പ്രശ്നത്തിനിടയാക്കിയത്. പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയം വെച്ച പലരുടെയും പേരുകൾ ഒഴിവാക്കി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തെള്ളിയിൽ ഗ്രൗണ്ടിലാണ് ഗാന്ധി പ്രതിമയും പഞ്ചായത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ഫലകവും സ്ഥാപിക്കാൻ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് തീരുമാനിച്ചത്. മീനച്ചിൽ താലൂക്കിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ സി ജോൺ തോട്ടക്കരയുടെ അടക്കം പലരുടെയും പേര് ഭരണസമിതി മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ആരോപണം. പാലായിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ജോൺ തോട്ടക്കര ജയിൽവാസം അനുഭവിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ജോൺ തോട്ടക്കരയുടെ പേര് ഒഴിവാക്കിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് പ്രതിപക്ഷവും ജോൺ തോട്ടക്കരയുടെ മകൻ ജോയിയും ആരോപിച്ചു. എൻ്റെ പിതാവ് സി ജോൺ തോട്ടക്കര സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടം സഹിക്കുകയും ആർ.വി. തോമസിൻ്റെ കൂടെ ഗേഞ്ചാണ്ടി സാറിൻ്റെയൊക്കെ കൂടെ ജയിലിൽ കിടക്കുകയും ചെയ്തയാളാണ്. പിതാവിന് ഒരുപാട് നഷ്ടം. ഇവിടെ പ്രധാനമായിട്ട് സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നത് തെള്ളിക്കാർക്കും എൻ്റെ പിതാവിനും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായി പോവുകയും ഫാദർ കോൺഗ്രസിൽ തന്നെ നയിക്കുകയും ചെയ്തു. അന്ന് ഇവിടെ കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരുന്നുണ്ട്. അന്ന് പൂഞ്ഞാറിലെ പ്രമുഖ വ്യക്തി എന്ന് പറയുമ്പോൾ ഫാദറായിരുന്നു. എന്നിട്ട് ഈ ഫാദറിൻ്റെ പേര് വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്ന് സംശയമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ വിട്ടുപോയ പേരുകൾ കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് പരിഗണിക്കാമെന്നറിയിച്ചെങ്കിലും ഫലകത്തിൽ പേരുകൾ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. പ്രതിമയുടെ സ്തൂപത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് എഴുതി വെക്കാനുള്ള കമ്മിറ്റി തീരുമാനിച്ചായിരുന്നു. ആ എഴുതി ചേർത്ത പേരുകളിൽ ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട സി ജോൺ തോട്ടക്കരയുടെ പേരില്ല. അതുപോലെ ശ്രീ കാരമ്പുളി ഉൾപ്പെടെയുള്ള ആ സമരത്തിൽ പങ്കെടുത്ത നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരില്ല. അത് ശരിയായ നടപടിയല്ല. ആ നടപടി പഞ്ചായത്ത് തിരുത്തണം. ഈ നാട്ടിലെ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ അവമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഈ നടപടി തിരുത്തി അവരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഉള്ള ഫലകം മാത്രമേ ഇവിടെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാമസഭയിൽ വിഷയം തർക്കത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് സി ജോണിന്റെയും മറ്റ് 2 സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പേരുകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് യോഗത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി. സമരസേനാനികളുടെ പേര് പൂർണ്ണമായും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.